സമസ്ത മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പ്രസംഗിച്ചതിനാണ് സസ്പെൻഷൻ. ഇന്ന് ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിലാണ് തീരുമാനം. അതെ, ഡ്രൈവറെയും കണ്ടക്ടറെയും അംഗീകരിക്കാത്ത യാത്രക്കാരെ നിരന്തരം ശല്യം ചെയ്ത വ്യക്തിയെ വണ്ടിയിൽ നിന്ന് ഇറക്കിവിട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം അത് ഇലാഹിയായ പ്രസ്ഥാനമാണ്. അതിന് ആരൊക്കെ നേതൃത്വം കൊടുക്കണം, അതിനെ ആര് നയിക്കണം, ആരൊക്കെ അതിൻ്റെ ഡ്രൈവർമാരാകണം, ആരൊക്കെ അതിൽ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണെന്ന് ലോകം കണ്ട പണ്ഡിതൻ ഷെയ്ഖുന ശംസുൽ ഉലമ പ്രഖ്യാപിച്ചത് കേട്ടതും മനസ്സിലാക്കിയവരുമാണ് സുന്നി സമൂഹം. സമസ്തയിൽ സമാന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ഈ മുസ്തഫൽ ഫൈദി എന്ന് പറയുന്ന വ്യക്തി സയ്യിദുൽ ഉലമക്കെതിരെ വലിയ പരിഹാസത്തോടുകൂടി പ്രസംഗിച്ചു. രാഷ്ട്രീയ അടിമയായ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിന് മേമ്പടി കൂട്ടാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ നടത്തിയ ആ പ്രസംഗം തുടർന്ന് പ്രവർത്തകർക്കിടയിലും സമൂഹത്തിനിടയിലും വലിയ ചർച്ചയാവുകയും അതിനെക്കുറിച്ച് ആരൊക്കെയോ ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും അതിനേക്കാളേറെ മോശമായ രീതിയിൽ സയ്യിദുൽ ഉലമയെ അപഹസിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പും പ്രചരിക്കുകയുണ്ടായി. ആദ്യം നമുക്ക് മലപ്പുറത്ത് വെച്ച് നടത്തിയ ഇദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ ഭാഗം ഒന്ന് കേൾക്കാം. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വൈകി വന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല. 974 മുതൽക്ക് ഞാൻ കെ റഹ്മാൻ പറ്റി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം 10, 20, 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത്. അങ്ങനെയാണല്ലോ, വണ്ടിയിൽ വൈകി എടുത്ത് ബൈക്കിന് കയറി അവന്ന് അങ്ങോട്ട് വിടുന്ന് പറയാൻ പറ്റൂല. ആദ്യം കയറിയവരുണ്ടാവും, അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്. തലമറന്ന് എണ്ണ തേക്കാന്നാ പറയാ. ഈ പ്രസംഗിക്കുന്ന വ്യക്തി സത്യത്തിൽ തനിക്കെതിരാണ് ആ പ്രസംഗം. ഇടയ്ക്ക് കയറി വന്ന് സമസ്തയിൽ സമാന്തരമുണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി, ഉസ്താദന്മാർക്കെതിരെയും മഹാന്മാരായ നേതാക്കന്മാർക്കെതിരെയൊക്കെ വേദികളും പേജുകളും ഉപയോഗിച്ച് സമൂഹത്തിനും സമസ്തക്കുമെതിരെ പ്രവർത്തിച്ച ടിയാൻ ഇപ്പം വന്നിട്ട് പറയാണ് സമസ്തയിൽ ഇടക്കാലത്ത് കയറി വന്നവരല്ല നിയന്ത്രിക്കേണ്ടതെന്ന്. പിന്നെ ആരാ നിയന്ത്രിക്കേണ്ടത്? നിഷ്കളങ്കരും നിസ്വാർത്ഥരും ആത്മാർത്ഥതയും ജീവിതത്തിൽ കാപ്പട്യമോ കളവോ വഞ്ചനയോ ഇല്ലാത്ത മുഖ്ലിസീങ്ങളാണ് ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കേണ്ടത്. അങ്ങനത്തെ ആളുകളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഈ വ്യക്തിയുടെ കഴിഞ്ഞകാല ജീവിതം ഒന്ന് പഠന വിധേയമാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തെ, ഈ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കാനും അതിൻ്റെ നേതാക്കളെ അപഹസിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ വ്യക്തി, നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായി ലീഗിനെതിരെ രൂപം കൊണ്ട ഒരേ ഒരു മതസംഘടന കാന്തപുരം വിഭാഗമാണ്. 1989 കാന്തപുരം വിഭാഗം വലിയ സന്നാഹങ്ങളോടുകൂടി പ്രവർത്തന രംഗത്ത് വന്നപ്പോൾ ലീഗിനെതിരെ പ്രസംഗിക്കാനും AP വിഭാഗം SYS-ഉം അതുപോലെ SSF ഒക്കെ രൂപീകരിക്കാൻ വേണ്ടി യൂണിറ്റുകളിൽ കാന്തപുരത്തോടൊപ്പം ഓടി നടന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന മാന്യദേഹം. അതുമാത്രമാണോ, ലോകം കണ്ട മഹാപണ്ഡിതൻ ഷെയ്ഖുന ശംസുൽ ഉലമക്കും അതുപോലെ റഹീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനും കോട്ടുമല ഉസ്താദിനും സുന്നി സ്പിരിറ്റ് പോരെന്ന് പറഞ്ഞ്, അതുപോലെ സമസ്തയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾക്കൊന്നും സുന്നി തീവ്രതയില്ലെന്ന് പറഞ്ഞ് തീവ്ര സുന്നിസം എഴുതാനായി ഇദ്ദേഹം മുൻകൈയെടുത്ത് ഇറക്കിയ പത്രമാണ് അൽ മുബാറക് മാസിക. എന്നിട്ട് അതിലൂടെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പരമോന്നത ബോഡിയായ മുഷാവറയെ ആലിബാബയും 41 കള്ളന്മാരുമെന്ന് അധിക്ഷേപിച്ച് ലേഖനങ്ങൾ എഴുതി ഈ മാന്യദേഹം. അങ്ങനെ ഒരുപാട് അധിക്ഷേപങ്ങൾ മഹാന്മാരായ ഉസ്താദന്മാർക്കെതിരെ നടത്തിയൊരു വ്യക്തിയാണ്. അതിൻ്റെയൊക്കെ ഒരു കുരുത്തക്കേട് തന്നെയാണ് ഇന്ന് ഇദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം കുത്തിത്തിരിപ്പുകളൊക്കെ നടത്തിയിട്ടാവും എന്ന് പറയാ. 1924 മുതൽ ഞാനും റഹ്മാൻ ഫൗസിക്ക് അതിൻ്റെ പ്രവർത്തകനായിരുന്നു. നിങ്ങളെ പ്രവർത്തനം എന്താണെന്ന് സുന്നി സമൂഹത്തിന് നല്ലോ അറിയാം.
കാന്തപുരത്തിന് ഓശാന പാടി അദ്ദേഹത്തിൻ്റെ ഒപ്പം സമസ്തക്കെതിരെ സമാന്തരം ഉണ്ടാക്കി പ്രവർത്തിച്ച ആളല്ലേ നിങ്ങൾ? ആരാ അവിടെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ആരാ ഇടക്കാലത്ത് കയറി വന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ചിലത് ഞങ്ങൾ കാണിച്ചു തരാം. ഏറ്റവും ബഹുമാനമുള്ള സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അവர்களെ, ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ബാഫക്കി തങ്ങളവர்களെ, ബഹുമാനപ്പെട്ട ദീർഘകാലം പ്രവർത്തിക്കാൻ നേതൃത്വം നൽകാനും ഒക്കെ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ഇവിടെ ഷെയ്ഖ് ജീലാനിയെ അനുസ്മരിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിൽ ആദ്യമായി മൊഹീദ്ദീന്മാർക്ക് സമ്പൂർണ്ണ വ്യാഖ്യാനം എഴുതിയ ബഹുമാനപ്പെട്ട MP മുസ്തഫൽ ഫൈസി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹം മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഈ വേദിയിൽ ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്. ഓരോരുത്തരെയും നമ്മൾ പേര് പറഞ്ഞ് സ്വാഗതം പറയുന്നില്ല, കൂട്ടത്തിൽ പറയേണ്ടവരാണ് ബഹുമാന്യനായ OM തരുവണ. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തി. നമുക്കറിയാം നമ്മുടെ സംഘ പ്രവർത്തകന്മാർക്ക് ആ ആദർശ സ്പിരിറ്റ് നൽകുന്നതിൽ എന്റെ തൂലിക എന്നും ചലിപ്പിച്ചിട്ടുള്ള, അത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന OM തരുവണ. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തരുവണ ഇന്ന് ഞാനുമായി നടത്തിയ ഒരു ചർച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫൽ ഫൈസി അവറുകൾ കേരളത്തിൽ ആദ്യമായി മൊഹീദ്ദീന്മാർക്ക് ഒരു സമ്പൂർണ്ണ വ്യാഖ്യാനം എഴുതുകയുണ്ടായി. അത് ഒരു മൊഹീദ്ദീന്മാരുടെ വരികൾക്കുള്ള ഒരു അർത്ഥം മാത്രമല്ല, അഹ്ലുസുന്നയുടെ എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന സമ്പൂർണമായ ഒരു വ്യാഖ്യാനമാണ്. അതിന്റെ 29 വർഷം പൂർത്തിയായി 30-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത റബീഉൽ ആഖിറിൽ അതിന്റെ 30-ാം വാർഷികം വിപുലമായി നമ്മുടെ സംഘ കുടുംബത്തിന്റെ കീഴിൽ തന്നെ നടത്തണമെന്നുള്ള ആഗ്രഹം, അത് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത് ഇവിടെ അത് പങ്കുവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസങ്ങളിലായി കൂടിയാലോചിച്ച് വിപുലമായ രൂപത്തിൽ തന്നെ മുഹീദ്ദീന്മാരുടെ സമ്പൂർണ്ണ വ്യാഖ്യാനത്തിന്റെ 30-ാം വാർഷികം നമുക്ക് സമുചിതമായി ആഘോഷിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം കീഴടക്കാൻ അല്ലാഹു ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രസംഗം നിർവഹിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. ഇവിടെ നമ്മുടെ ഉസ്താദ്മാർ, പ്രത്യേകിച്ച് സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് കാന്തപുരം അവர்கள் ഇവിടെ നമ്മെ അനുഗ്രഹിക്കാനുണ്ട്. സഹോദരന്മാരെ, ഈ ഐശ്വര്യവും മനോഹാരിതയും അല്ലാഹു ദീർഘകാലം നിലനിർത്തുമാറാകട്ടെ. നമുക്കറിയാം, ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് ഗണിതശാസ്ത്രം. ടിയാൻ 1974 സമസ്തയിൽ കയറി വന്നതിന് ശേഷം ചെയ്യാറുള്ള സമസ്ത പ്രവർത്തനം ഇതുപോലെ ഒരുപാട് തുരപ്പം പണികൾ ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലത് മാത്രമാണ് കാണിച്ചത്. ഇതുപോലെ എത്ര തവണയാ ഈ ബസ്സിൽ കയറി ഇറങ്ങിയത്? നിങ്ങളെപ്പോലെ ഇത്തരം തുരപ്പം പണിയെടുത്ത വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? സമസ്തയുടെ ഉസ്താദന്മാരുടെ കാരുണ്യം കൊണ്ട് പലപ്പോഴും ഇതിലേക്ക് വരികയും ഇപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ മുഷാവറയിലെത്തിയിട്ടും സമസ്തയുടെ ഉസ്താദന്മാർക്കെതിരെ മോശമായി പറയാൻ താങ്കളെ നാവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുരുത്തക്കേടിൻ്റെ അറ്റം തന്നെയാണ്. മഹാന്മാരായ, ലോകം കണ്ട അഗ്രേസരായ പണ്ഡിതന്മാരാകുന്ന ഷെയ്ഖുന ശംസുലമയുടെയും കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒക്കെ കുരുത്തക്കേട് അത് താങ്കൾ അനുഭവിക്കുകയാണ്. താങ്കൾക്കൊരു അർഹതയുമില്ല ഇത് പറയാൻ. ആരാണ് സമസ്തയെ നിയന്ത്രിക്കേണ്ടതെന്ന് സമസ്തയുടെ ഉസ്താദന്മാർ, മശായിഖന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദുൽ അടക്കമുള്ള ഉസ്താദന്മാർ തീരുമാനിച്ചോളും.
താങ്കളുടെ ജൽപ്പനം ഏറ്റെടുക്കാൻ തൽക്കാലം സുന്നി സമൂഹത്തിന് സൗകര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.